ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലെ 5-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ എലീഷ പ്രവാചകൻ നാമാനെ സുഖപ്പെടുത്തുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. അവിടെയും ഇവിടെയും സൗഖ്യം ലഭിക്കുന്നത് വിജാതീയരായിട്ടുള്ള മനുഷ്യർക്കാണ്. രണ്ടുപേരോടും ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു. ജോർദാൻ നദിയിൽ കുളിക്കാൻ പറയുമ്പോൾ ഇവിടെ പറയുന്നത് പുരോഹിതനെ പോയി കാണാനാണ്. രണ്ടുപേർക്കും സൗഖ്യം കിട്ടുന്നു. നാമാനും ഇന്നത്തെ സുവിശേഷത്തിലെ 10 പേർക്കും സൗഖ്യം കിട്ടുന്നു. നാമാനും ഈ 10 പേരിൽ ഒരാളും തിരിച്ചു വന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന 3 ചിന്തകളുണ്ട്. ഒന്നാമത്, നമ്മൾ ആ 10 കുഷ്ഠരോഗികൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലാണ്. അവർ താമസിക്കുന്നത്, അതിലെ യഹൂദന്മാരുണ്ട്, വിജാതീയരുണ്ട്. അവർ താമസിക്കുന്നത് ഗലീലിക്കും അതുപോലെ തന്നെ സമറിയായ്ക്കും മധ്യേയുള്ള സ്ഥലത്താണ്. പ്രത്യേകിച്ച് യഹൂദന്മാർ അവരുടെ താമസ സ്ഥലമായ ഗലീലയുടെ അറ്റത്ത് പോയി താമസിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടൊരവസ്ഥയാണ്. അതുപോലെ തന്നെ ആ കുഷ്ഠരോഗി അന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ അശുദ്ധരാണ് എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞ് അകലെ മാറി നടക്കണം. പട്ടണത്തിൽ താമസിക്കരുത്. അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ അവർ തനിച്ച് താമസിക്കണം. മാത്രമല്ല, അത് ദൈവം നൽകിയ വലിയ ശിക്ഷയാണ് എന്നാണല്ലോ അന്ന് കരുതിയിരുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള ഒരു ഒറ്റപ്പെടലിലാണ് അവർ ജീവിച്ചിരുന്നത്. ചുറ്റുമുള്ളവരെല്ലാവരും അവരെ ദുർഭകരായ മനുഷ്യരായിട്ട് കണ്ടു, ദൈവം ശിക്ഷിച്ചവരായിട്ട് കണ്ടു. അവരുടെ കാഴ്ച വികലമായിരുന്നു, നമുക്കറിയാം. എന്നാൽ കർത്താവ് അവരെ കണ്ടപ്പോൾ അവൻ പറയുകയാണ്, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. കർത്താവ് അവരെ സൗഖ്യപ്പെടുത്താൻ തീരുമാനിക്കുകയാണ്. അതിനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് ആദ്യം നമ്മൾ ചിന്തിക്കുക, മനുഷ്യൻ്റെ കാഴ്ചയും ദൈവത്തിൻ്റെ കാഴ്ചയും രണ്ടും രണ്ടാണ്. ദൈവം കാണുന്ന വിധം വ്യത്യസ്തമാണ്. നമ്മളും അതുപോലെ കാണാനാണ് കർത്താവ് ആഗ്രഹിക്കുക. ഒറ്റപ്പെട്ട അവസ്ഥകൾ നേരെയുണ്ട്, ഒറ്റപ്പെടുത്തിയ അവസ്ഥകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ ഒരു എക്സ്ക്ലൂഷൻ, സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയില്ലേ, അങ്ങനെയുള്ള അവസ്ഥകളിൽ ഇന്ന് ഈശോ മറ്റുള്ളവരെ കാണുന്നത് പോലെ കാണാൻ, ഇറങ്ങിച്ചെല്ലാൻ ഒക്കെ നമുക്ക് സാധിക്കണമെന്നാണ് കർത്താവ് ഈ സുവിശേഷം വായിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മളെ പഠിപ്പിക്കുക. രണ്ടാമത് നമ്മൾ അവിടെ കാണുന്ന കാര്യങ്ങൾ, പുരോഹിതന് തങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കാൻ ഈശോ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അന്നത്തെ കാലഘട്ടത്തിൽ സൗഖ്യമാക്കപ്പെട്ടാൽ സാക്ഷ്യം ലഭിക്കേണ്ടത് പുരോഹിതൻ്റെ കയ്യിൽ നിന്നാണ്. അതൊരു സാക്ഷ്യപത്രമാണ്. തിരിച്ച് സമൂഹത്തിലെ കുടുംബത്തിലൊക്കെ കയറാം എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ്. തീർച്ചയായിട്ടും മനുഷ്യർക്ക് വിശ്വാസമുണ്ട്. കാരണം അങ്ങനെ വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ അവർ ഈശോ പറഞ്ഞതനുസരിച്ച് പുരോഹിതനെ കാണാൻ പോയത്. പോകുന്ന വഴിക്ക് സുഖമാക്കപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും തന്നെ പുരോഹിതനെ കാണാൻ പോയോ എന്ന് നമുക്ക് ഉറപ്പില്ല. പോകുന്ന വഴിക്ക് സൗഖ്യമാക്കപ്പെട്ടപ്പോൾ ചിലർ ഉടനെ തന്നെ അവരുടെ വീട്ടിലേക്ക് പോയി കാണും, ഈ സൗഖ്യം പറയാൻ വേണ്ടി, അല്ലെങ്കിൽ തങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് പോയി കാണും. പക്ഷെ അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈശോയ്ക്ക് അവരെ പറ്റിയിട്ടുള്ള പദ്ധതി അവർ കണ്ടില്ല എന്നുള്ളതാണ്. ഈശോ കണ്ട പോലെ കാണാൻ ഈ 10 പേരിൽ 9 പേർക്കും സാധിച്ചില്ല. ഒരാൾക്ക് മാത്രമാണ് സാധിച്ചത്. സ്വന്തം പദ്ധതിയുടെ ആ പാതയിലൂടെയാണ് അവർ പോകുന്നത്. ഈശോയ്ക്ക് എന്തെല്ലാം പദ്ധതികൾ അവരെപ്പറ്റി ഉണ്ടായിരുന്നിരിക്കണം. ചിലപ്പോൾ അവർ തിരിച്ചു വന്നിരുന്നെങ്കിൽ കർത്താവ് തീർച്ചയായിട്ടും അവരെ ഒരു വലിയ ദൗത്യമേൽപ്പിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവരുടെ പദ്ധതി ദൈവത്തെ സംബന്ധിച്ചിടത്തോളം
അവരുടെ ജീവിതത്തിലെ പദ്ധതികൾ മുഴുവനും പൂർത്തിയായില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഓർക്കുക, ദൈവത്തിന് നമ്മളെപ്പറ്റി വലിയ പദ്ധതികളുണ്ട്. അത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നടന്ന് സ്വാർത്ഥതയുടെ വഴിയിലൂടെ പോയി ദൈവത്തിന് നമ്മെപ്പറ്റിയിട്ടുള്ള പദ്ധതികൾ അത് നശിപ്പിക്കരുത്, അതിടയ്ക്ക് വെച്ച് അതിന് ഭംഗം വരുത്തരുത് എന്നുള്ള സൂചന കൂടി കർത്താവ് നമുക്ക് നൽകുകയാണ്. മൂന്നാമത് നമ്മൾ ചിന്തിക്കുക, അവിടെ തിരിച്ചു വരുന്നവൻ്റെ കഥയാണ്. അയാൾ സമറിയാക്കാരനാണ്. കർത്താവ് ഇപ്രകാരം പറയുന്നു, ഈ സമറിയാക്കാരനല്ലാതെ, ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം തോന്നിയില്ലേ? ഒരിക്കലും അവിടെ ഒരു നെഗറ്റീവായിട്ട് നമ്മൾ കരുതണ്ട. വിജാതീയൻ നന്ദി പറയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല എന്നൊന്നും വരുന്നില്ല. മറിച്ച് ദൈവത്തിനോട് അടുത്ത് ഉണ്ട് തങ്ങൾ എന്ന് കരുതുന്ന യഹൂദന്മാരാരും തിരിച്ചു വന്നില്ല എന്നുള്ള വേദനയാണ് ഈശോയ്ക്കുള്ളത്. എന്നിട്ട് ഈശോ ആ മനുഷ്യനോട് പറയുകയാണ്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നേരത്തെ ശാരീരിക സൗഖ്യം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ദൈവം നൽകുന്ന പൂർണ്ണമായ സൗഖ്യം, രക്ഷ, അതിപ്പോഴാണ് കിട്ടുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്, ദൈവത്തിന് വലിയ പദ്ധതി അവരെപ്പറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഈ ഒരാൾക്ക് മാത്രമാണ് അത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്ന് ചിന്തിക്കാം. ചില അടയാളങ്ങൾ, ചില ഇടപെടലുകളൊക്കെ ദൈവം നൽകുന്നുണ്ട്, നമ്മളെ ആത്മീയമായിട്ട് ഉണർത്താനും ഉയർത്താനുമാണ്. അപ്പോൾ അടുത്ത പടിയിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മെ പറ്റിയിട്ടുള്ള പദ്ധതികൾ മുഴുവനായിട്ടും പൂർണ്ണമാകുക. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന നല്ല സൗഖ്യങ്ങൾ, അനുഭവങ്ങൾ, അടയാളങ്ങൾ, അതൊക്കെ നമ്മൾ ആത്മീയമായിട്ടുള്ള തലത്തിലേക്ക് വളർത്താനും ഉയർത്താനും സാധിക്കണമെന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. ലേഖനം പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. ദൈവത്തോടും സുവിശേഷത്തോടും വിശ്വസ്തത പുലർത്തി ജനങ്ങൾക്ക് ഭാരമാകാതെ താൻ ജീവിച്ചത് പൗലോസ്ലീഹ എടുത്തു പറയുകയാണ്. അങ്ങനെ ശ്ലീഹ ദൈവത്തിന് തന്നെ പറ്റിയുള്ള പദ്ധതി പൂർത്തിയാക്കുന്നത് എപ്രകാരമായിരുന്നുവെന്ന് വളരെ ഹൃദയസ്പർശിയായിട്ട് വിവരിക്കുകയാണ്. പഴയ നിയമ വായന ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 4 വരെയും 9 മുതൽ 14 വരെയുമുള്ള വാക്യങ്ങളാണ്. പ്രത്യേകിച്ച് 9-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു, നിങ്ങൾ ധാന്യം കൊയ്യുമ്പോൾ വയലിൻ്റെ അതിർത്തി തീർത്ത് കൊയ്തെടുക്കരുത്. തുടർന്നുള്ള വാചകങ്ങൾ വ്യക്തമായിട്ടും പറയുക എന്താണ്, എപ്പോഴും ലാഭം, പ്രതിഫലം തീർത്തും മാനുഷികമായിട്ട് ചിന്തിക്കുന്നവരാകാതെ ലാഭത്തിനും പ്രതിഫലത്തിനും മാത്രമുള്ള ആ ആഗ്രഹം മാറ്റിവെക്കാനും, അതിർവരമ്പുകളിലും അതുപോലെ തന്നെ സമൂഹം അവഗണിച്ച വ്യക്തികളെയും അതിർവരമ്പുകളിലുള്ളവരെയും ഒക്കെ ഒന്ന് പരിഗണനയോടെ നോക്കിക്കാണാനും പ്രത്യേകമായിട്ട് നമ്മോട് പറയുകയാണ്. ഇപ്പോൾ സുവിശേഷത്തിലെ അർത്ഥം മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം കാണുന്നത് പോലെ കാണാൻ, ദൈവത്തിൻ്റെ പദ്ധതി മുഴുവനും ഉൾക്കൊള്ളാൻ, ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും സൗഖ്യത്തിനും രക്ഷയ്ക്കും വേണ്ടി അധ്വാനിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആമേൻ.